അജീഷ് ചെയ്യുന്നു. അജീഷ് കെ സുധാകരൻ മത്സരിക്കാൻ പോകുന്നു പറയുന്നു. അപ്പോൾ ആ ടിഒ മോഹൻ അവിടെ ചുവരെഴുതി തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ചുവരെടുത്ത് തൽക്കാലം ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞേക്കണേ. എന്തായാലും കൈപ്പത്തി വരെ മാത്രമേ ചുമര എഴുതിയുള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത സ്ഥാനാർത്ഥിയുടെ പേരെഴുതാൻ കോളം ബാക്കിയുണ്ട്. അതൊരു ആശ്വാസമാണ്. എന്തായാലും ഈ DCC ഓഫീസിന് മുന്നിൽ സുധാകരന് സീറ്റില്ലെന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇവിടെ ഇവർ പ്രതിഷേധിച്ച് മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ചിട്ട് കെ സുധാകരൻ കണ്ണൂരിൽ അദ്ദേഹത്തിന് മത്സരിക്കുമെന്നുള്ളൊരു സൂചനകളൊക്കെയാണ് വരുന്നത്. തീർച്ചയായും വരണമല്ലോ. അതല്ലേ നമ്മൾ ഇത്ര ദിവസം നിന്ന് കാത്തുനിന്നത്. ഇന്നലെ 2:30 വരെ ഒക്കെയാണ് പറഞ്ഞത്. 6 മണിയാകുമ്പോൾ പേര് മാറി, ഉറങ്ങി എണീക്കുമ്പോൾ ആളെ മാറ്റി. അത് രഹസ്യമായിട്ടാണ് നടത്തിയത് നീക്കം. അതുവരെ എല്ലാവരും നേതാക്കന്മാർ ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് ഇപ്പോൾ രാവിലെ 6 മണി നമുക്ക് മാറി, നമ്മളും ഞെട്ടി. അതുകൊണ്ട് നമ്മളെത്തി ഇവിടെ പേരറിയാൻ. ടിഒ മോഹനന്റെ പേര് നേരത്തേക്ക് കേട്ടിരുന്നു. രാവിലെ ടിഒ മോഹനൻ മത്സരിക്കുമെന്നുള്ള സൂചനകളൊക്കെയാണ് വന്നത്. എന്നും അമൃത രാമകൃഷ്ണനും KSUവിൻ്റെ എന്നവൻ്റെ പേര് എനിക്കറിയാം, ഷമ്മാസ് ഒക്കെ ലിസ്റ്റിലുണ്ട്. പക്ഷെ KSUകാരൻ്റെ ലിസ്റ്റ് DCC പോയില്ല. KSUകാരൻ നേരിട്ടാണ് ആവശ്യപ്പെട്ടത്, DCC പോയിട്ടില്ല ലിസ്റ്റ്. അതുകൊണ്ട് സുധാകരനെ മുൻപരിചയുള്ള ഒരാളെ അവർ തീരുമാനിച്ചു. അത് KSനോട് ചോദിക്കാണ്ടേ ചെയ്തത്. ചേട്ടാ, ഈ വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കെ സുധാകരൻ ഇപ്പൊ വീണ്ടും മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ഡൽഹിയിൽ. കെ സുധാകരന് വേണ്ടി മത്സരിക്കണം. കെ സുധാകരനാണ്ട് വേറൊരു നേതാവിനെ മത്സരിക്കൂല, മത്സരിക്കാൻ വിട്ടാൽ നമ്മൾ വിടൂല. സുധാകരന്റെ കൂടെ ഈ സുധാകരൻ എവിടെ പോകുന്നു അവിടെ നമ്മളുണ്ടാവും. അതാണ് നമ്മളെ എന്ത് തീരുമാനം എടുത്താലും തീരുമാനിക്കുന്നു, അത് നമ്മളെ തീരുമാനം. കെ സുധാകരൻ നമ്മളടുത്ത് പറയുന്ന ആ വാഗ്ദാനം തന്നെ നമ്മളെ വാഗ്ദാനം. കെ സുധാകരനല്ലാത്ത വേറൊന്നും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല. നമ്മളെ നേതാവ് നമ്മളെ കണ്ണിലുണ്ട്, നമ്മളെ കൃഷ്ണമണി, അത് കെ സുധാകരനാണ്. അതാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ കൂടെ നിൽക്കുന്ന അനുയായികളാണ് DCC ഓഫീസിന് മുന്നിൽ കെ സുധാകരന്റെ സീറ്റ്. അപ്പോൾ അവിടെ പ്രതിഷേധം നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ടിഒ മോഹനൊക്കെ കൈപ്പത്തി വരെ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ സ്ഥാനാർത്ഥി ടിഒ മോഹൻ എഴുതി തുടങ്ങിയിരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ അത് കാരണം അത് മായ്ക്കേണ്ട അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. ആ സ്ഥിതി ശ്രീത്ത അവിടെ കെ സുധാകരൻ്റെ അനുയായി പറയുകയാണ്, ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ കണ്ണിലുണ്ട്, ഞങ്ങളുടെ കൃഷ്ണമണി. ആ ചേട്ടനൊന്നും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പഞ്ചായത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കണം, ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനം പോലും ഒരു സാധ്യതാ പട്ടികയിൽ പോലും ഉണ്ടാവാത്ത ചേട്ടന്മാരായിരിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പാർട്ടിക്ക് വേണ്ടി, പാർട്ടികൾക്ക് വേണ്ടി തെരുവിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊന്നും അധികാരം കിട്ടിയാൽ പുളിക്കും എന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ. ആർക്കും അധികാരം കിട്ടാതെ, അധികാരത്തിൻ്റെ 7 അയലക്കത്ത് പോലും വരാത്ത കഷ്ടപ്പെടുന്ന, ഇത്തരത്തിൽ ചങ്കും കൃഷ്ണമണിയുമായി കാണുന്ന ഒരുപാട് മനുഷ്യർ പാർട്ടിയിലുണ്ട്. അപ്പോൾ അവർ അവിടെ ഉണ്ട് എന്നീ നേതാക്കൾ നിരന്തരം അധികാരം കൊണ്ട് നേതാക്കൾ ആലോചിക്കേണ്ടതാണ്. അവർക്ക് ആലോചന ഇല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥത അത് പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.